ചായ മാത്രമുള്ളോ? അല്ല, നിനക്ക് പൊറോട്ട എങ്ങനെ മേടിച്ചാരാ? ആ അരി വാരി തിന്നറാ. പ്രാഞ്ചേട്ടോ, ഇനി മുതൽ എന്നും 11 മണി മുതൽ എനിക്ക് ഉച്ചയ്ക്ക് ലീവ് വേണം. അവധിയാ? എന്തുകൊണ്ട്? ആ, വിദേശ രാജ്യങ്ങളിലൊക്കെ ചൂട് കാലത്ത് അങ്ങനെയാ. അതെ അല്ലേ? ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇന്ന് മുതൽ ഒരു 3-4 മാസത്തേക്ക് ലീവ് അനുവദിച്ചിരിക്കണം. നീ വീട്ടിൽ നിന്നിരിക്കും. വിദേശത്ത് ജോലി ചെയ്യണവർ അങ്ങനെടാ, 3 മാസമൊക്കെ ലീവ് എടുത്തിട്ട് അവര് നാട്ടിലേക്ക് പോകും. അതൊരു ടീം നമ്മുടെ കടയില്. ആ ടീച്ചർ ഇവിടെ ജോലിക്ക് വെച്ചൂടെ പ്രാഞ്ചേട്ടാ? ഒരു കമ്പ്യൂട്ടർ മേടിച്ച ആ ടീച്ചറെ കടയിൽ വെച്ച് കടക്കേണ്ട ഒരു ഐശ്വര്യ. അങ്ങനെ ആവുമ്പോ 2 സ്റ്റാഫിന്റെ ആവശ്യവും വരില്ല. നിന്നെ പറഞ്ഞേക്കും ചെയ്യാം, എനിക്കൊരു സൗകര്യവും കിട്ടും. അതിന് ടീച്ചർ ചാക്കേറ്റുവോ? കമ്പ്യൂട്ടർ വഴിയാവുമ്പോ പിന്നെ എന്തിനാണ് ചാക്കേറ്റനെ? എല്ലാം ഓൺലൈൻ വഴിയല്ലേ? കമ്പ്യൂട്ടർ വഴിയാവും ഫുൾ ഡീലിങ്. ആരും വേണ്ട, നമ്മളെന്നെ മതി. മതിയാ? എന്നായിക്കോട്ടെ. പിന്നെ വിഷു വരുന്നു, എനിക്ക് 2 ദിവസം ലീവ് വേണം. 1-ാം തീയതി ഗുരുവായൂർ പോയിട്ട് കണി കാണണം. അത് പിന്നെ അനുവദിച്ചു കൊടുക്കാവുന്ന ന്യായമായ ആവശ്യമാണ്. ഇവൻ പോയി കണി കണ്ടിട്ട് ഇപ്പൊ എന്തിനാ? അത് കഴിഞ്ഞ ഞാൻ ഇവനല്ലേ കണി കാണണേ? അതിന് ഈ കണി കാണണ എന്തിനാ? ആ കൊല്ലം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവാൻ അല്ലേ? അതെ. നീ ഗുരുവായൂരപ്പനെ കണി കാണണു, ഞാൻ നിന്നെ കാണണു. എനിക്ക് ഐശ്വര്യം ഉണ്ടായാലടാ നിനക്കുണ്ടാവുക. എനിക്കുണ്ടായില്ലെങ്കിൽ എങ്ങനെയാടാ നിനക്കുണ്ടാവുക? അപ്പൊ നീ കണി കണ്ടിട്ട് എന്തുട്ടാണ് പ്രയോജനം? പ്രാഞ്ചേട്ടന് എന്താ ഐശ്വര്യം ഉണ്ടാവാത്ത? എന്റെ കണി ശരിയല്ലാത്തോണ്ട്. എന്നാ പ്രാഞ്ചേട്ടനും പോരെ അങ്ങോട്ട്. എങ്ങട്? ഗുരുവായൂർക്കാ? എന്താ ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാ? എന്നാ നിങ്ങൾ നിങ്ങളുടെ ഗുരുവായൂരപ്പനെ കളി കണ്ടോ? ഞങ്ങക്ക് അങ്ങനത്തെ ചടങ്ങിലിടാ പോത്തെ. ഉണ്ടാക്കിയാലോ പ്രാഞ്ചേട്ടാ? എന്തുട്ട്? നമുക്ക് കണി കാണുന്ന പരിപാടി തുടങ്ങിയാലോ? രാവിലെ എന്നിട്ട് കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ച്. എന്തിനാ കൃഷ്ണ വിഗ്രഹം? നമ്മുടെ കൂട്ടക്കാരുടെ കണി കണ്ടൂടെ? ഉണ്ണീശനെ കണ്ടുനോക്കിയേ, എന്താ പുളിക്കോ? സംഗതി നല്ലതാണ്, ഒരു മതസൗഹാർദ്ദം. ഏത് മതത്തിലായാലും അതിലെ നല്ല വശങ്ങൾ അനുകരിക്കുന്നതിൽ ഒരു തെറ്റൂല. ഏത് മതത്തിലാണ് ചീത്ത വശങ്ങളുള്ള? അതല്ലല്ലോ നമ്മുടെ വിഷയം. നമുക്ക് കണിയിലേക്ക് വരാം. എന്തത്ര വരാതിരിക്കണം? രാവിലെ എനിക്ക് കണി അങ്ങോട്ട് കാണുക. അത് പോരാ പ്രാഞ്ചേട്ടാ, നമ്മൾ തുടങ്ങുമ്പോ അതിനൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ? എന്തുട്ട് വെറൈറ്റി? അതൊക്കെ ഉണ്ട്. ഞാൻ ഗാഠമായിട്ട് ആലോചിച്ചിട്ട് ഒരു ഐഡിയ പറയാം. ഐഡിയ കിട്ടിയ ഉടനെ ഞാൻ പ്രാഞ്ചേട്ടനെ വിളിക്കും. ആ സ്പോട്ടിൽ പ്രാഞ്ചേട്ട എത്തണം. പ്രാഞ്ചേട്ടാ, ഞാൻ നിങ്ങളുടെ കൂടെ കണി കാണാൻ കൂടട്ടെ? വേണ്ടാട്ടാ, ഞങ്ങൾ ക്രിസ്ത്യാനികളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും കണി കണ്ടോളാം. വെറുതെ നീ ചിന്തിക്കടാ, അതിന് ഇനി എത്ര കാശ് പൊടിച്ചാലും വേണ്ടിയില്ല, ഈ വിഷുവിന് ഞങ്ങൾ കണി കണ്ടിരിക്കും. പറയ്, എന്താ നിന്റെ പ്ലാൻ? ഈ ലോകത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരം ഒരു കൗതുകമുള്ള വിഷുക്കണി. അതാണ് പ്രാഞ്ചേട്ടന്റെ വീട്ടുകാർ കാണാൻ പോകുന്നത്. എന്തുട്ട്? എങ്ങനെ വിശദമാക്കാം. നിങ്ങൾ രാവിലെ ഉറക്കത്തിന്ന് എണീറ്റ് ഉമ്മർത്ത വാതില് പതിയെ തുറന്നു വരുന്നു. അപ്പൊ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു സാക്ഷാൽ കർത്താവ്. എന്താ നീ പറയണേ? ആദ്യമൊന്നും കർത്താവാന്ന് മനസ്സിലാവില്ല. വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു രൂപം. നിലത്ത് ഇറങ്ങിയ ഉടനെ വെള്ളത്തുണി നീങ്ങും. ഐശ്വര്യത്തിന്റെ നിറകുടായിട്ടുള്ള കർത്താവിന്റെ കാഴ്ച. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. നീ നടക്കണ കാര്യമല്ലോ പറടാ. നടക്കും പ്രാഞ്ചേട്ടാ, അല്ലെങ്കിൽ നമ്മള് നടത്തും. ഞാൻ ഏറ്റുന്ന്. നീ ഏറ്റാ പോരാ, വിശദാക്കാം. വിഷുവിന്റെ തലേ ദിവസം രാത്രി മുറ്റത്ത് ഇത്തിരി സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കും. എന്തൊക്കെ? സംഗതി സിമ്പിളാണ്. മുറ്റത്ത് മരത്തിന്റെ കൊമ്പുണ്ടാ മുകളില്. അതങ്ങോട്ട് കുറച്ച് മാറിയിട്ടുണ്ട്. നോ പ്രോബ്ലം. നമ്മള് മുറ്റത്ത് മതിലിനോട് ചേർന്നൊരു മുള അങ്ങോട്ട് നാട്ടും. വീടിന്റെ ഓടുമലിക്കോ പട്ടികയുടെ ഇടയിലേക്കോ ഒരു കമ്പ അങ്ങോട്ട് നാട്ടും. ഓക്കെ ആണല്ലോ? ആ തണ്ടുമെന്ന് ചെറിയൊരു വെള്ളം കുറഞ്ഞ കപ്പിങ്ങനെ കെട്ടിയിടും. ഓക്കെ. നമ്മളൊരു കർത്താവിന്റെ രൂപം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആ കപ്പിണ്ടല്ലോ അതിലിങ്ങനെ ഒരു കയറിട്ട് കെട്ടിത്തൂക്കും. എന്തുകൊണ്ടത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ? പറയാം. കയറിന്റെ ഒരു തല ഒരു വശത്തേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കും. ഓക്കെ. നിങ്ങൾ വാല് ഉറക്കണ സൗണ്ട് കേട്ടാ ഞാൻ ആ കയറുണ്ടല്ലോ നമ്മുടെ കപ്പി പോയിട്ട് അതിങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അഴിച്ചുവിടും.
അപ്പോ വെള്ളത്തുണിയില് കെട്ടിയിട്ടുള്ള കയറുണ്ട്, അതിങ്ങനെ പതുക്കെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഇങ്ങനെ എന്തുണ്ടാവും, വെള്ളത്തുണിന്ന് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ വരുന്ന ഒരു ദൃശ്യം. മനസ്സിലായ? ആ ദൃശ്യം കണ്ടിട്ടുള്ള ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, അതിൽ അവരിങ്ങനെ അന്തം വിട്ടു നിൽക്കും. പ്രാഞ്ചേട്ടന് ഷൈൻ ചെയ്യാട്ടാ. ഇത് കുഴപ്പമില്ല, പക്ഷെ തിരുരൂപത്തിന് നല്ല വലിപ്പം വേണം. നല്ല വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ചെറിയ രൂപമായ ഫീൽ ചെയ്യില്ല, അത്യാവശ്യം വലിപ്പം വേണം. ഏകദേശം നിന്റെ പകുതി ഒളിക്കലും. അത് കുഴപ്പമില്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അത്രയും വലിയൊരു രൂപം കയറി കെട്ടി വലിക്കാനും പൊക്കാനൊന്നും പറ്റില്ല. നല്ല വെയിറ്റ് ഉണ്ടാവേ. നീ വേറെ നല്ല ശക്തിയുള്ളൊരു പണിക്കാരനോട് വിളിച്ചോ, നമുക്ക് എന്താ വെച്ചാ കൊടുക്കാം. സംഗതി ചേരണം. എന്നാ ഞാൻ ഏറ്റു. പണിക്കാരുണ്ടെങ്കിൽ പിന്നെ മുള നാട്ടാൻ പഴഞ്ചേണ്ട ഹെൽപ്പ് വേണ്ടല്ലോ. പിന്നെ വീട്ടുകാരോട് പറയണം, വിഷുവിന്റെ തലേ ദിവസം രാത്രി ഉമ്മർത്ത് ചില സൗണ്ടുകളൊക്കെ കേൾക്കും. അപ്പൊ വാതില് വന്ന് തുറക്കാനോ എത്തിച്ചു വെക്കാനൊന്നും പാടില്ല എന്ന് പറയണം. അത് ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ഇപ്പൊ തന്നെ ഞാൻ തയ്യാറെടുപ്പ് തുടങ്ങട്ടെ. തൊട്ടെടുക്ക ചെമ്പറക്കാൻ. ഒന്ന് നിന്നര. നീ തിരക്കിലാണോ? കാര്യം പറ. അല്ല, കർത്താവിന്റെ ഒരു രൂപം വാടകയ്ക്ക് കിട്ടോ? വാടകയ്ക്കാ? അതെന്തുട്ടാ? ഒരു ദിവസത്തേക്ക് മതി. ചെറുത് വലുതാണെങ്കിൽ കടയിൽ മേടിച്ചു വിട്ടാ, അല്ലേ വീട്ടിലുണ്ടാവും. ഇത്ര വലിപ്പം വേണം, കണ്ടാ നല്ല ഇടുപ്പുണ്ടാവണേ. കുരിശിൽ കിടക്കണതാ? അല്ല, ഇങ്ങനെ 2 വിരലുള്ള സെറ്റപ്പ്. ഇതൊക്കെ വാടകയ്ക്ക് എങ്ങനെ കിട്ടിയടാ? പിന്നെ അത്ര അത്യാവശ്യം ഒരു സ്ഥലമുണ്ട്. അത് പോരട്ടെ, അതിനാണല്ലോ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. പക്ഷെ വാടക ഒന്നും കൊടുക്കേണ്ടി വരില്ല, എനിക്ക് എന്തെങ്കിലും തരേണ്ടി വരും. നമുക്ക് എന്താ ചെയ്യാം? എത്ര ദിവസത്തേക്ക്? എന്താ പരിപാടി? ഒരു കണി കാണാനാടാ. കണി കാണ്? അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട്. അല്ല, അത് നല്ല പിന്നെ കാണാനില്ലാണ്ടിരിക്കോ? ഇത് ഇത്ര വലിപ്പം, ഇത്ര കനൊക്കെ വേണ്ടേ? ഒരു കയറുമ കെട്ടി വലിച്ച് ഉയർത്താൻ പറ്റുമോ? കയറുമ്പോ കെട്ടി വലിച്ചു ഉയർത്ത് എന്തുട്ടാ നീ പറയണേ? ഈ സാധനം നിലത്ത് വീണ് കേടുവന്നാ ഞാൻ സമാധാനം പറയേണ്ടി വരും. നീ വേറെ വല്ല കാര്യം നോക്കിടാ. നീ കോൺക്രീറ്റിലെ രൂപമൊക്കെ ഉണ്ടാക്കണല്ലേ, ഇത്തിരി പഴയതായാലും കുഴപ്പമില്ല, പെയിന്റ് അടിച്ചോളാം. ഞാൻ ഒരു കാര്യം പറയാം, ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. നീ പറഞ്ഞ പോലെ പെയിന്റ് അടിക്കേണ്ടി വരും, പക്ഷെ വാടകയ്ക്ക് കിട്ടില്ല, വാങ്ങേണ്ടി വരും. എത്ര വരും? കുറച്ച് നേരത്തേക്ക് കൂടുതലൊന്നും പറയണില്ല, ഒരു 2000 രൂപ എന്നാ മതി. കുറച്ച് നേരത്തേക്കല്ലേ? 2000 രൂപ? പക്ഷെ ഒരാളെ കൊണ്ടൊന്നും വലിച്ചു പോക്കാൻ പറ്റില്ലടാ. സ്വന്തമായിട്ട് വാങ്ങുമ്പോ പിന്നെ ഞാൻ എന്തിനാ കുറച്ച് നേരത്തേക്ക് ആക്കണേ? 2000 രൂപ തരുന്നില്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടം, നീ എപ്പ എത്ര നേരത്തേക്ക് വെച്ചാ. പക്ഷെ വലിച്ചു പോക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്യേണ്ടി വരും. 2000 രൂപ കൂടുതലാ. അത് സാറില്ല, വലിച്ചു പോക്കാൻ നീ വരുമോ? അതെ, നമുക്ക് വേറെ പണിയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, വലിച്ചു പോക്ക ഒരാളെ ഏർപ്പാട് ചെയ്ത് നമ്മുടെ ജോസേട്ടല്ലേ, സ്മോളിലെ കാശ് കൊടുത്താൽ മതി, ആള് സെറ്റപ്പ് ആവില്ലേ? അത് ശരിയാണല്ലോ. അതെ. അല്ല, ഇത് എവിടേക്ക് വലിച്ചു പോക്കണേ? ടെറസിനെ മോളിക്കാ? അങ്ങനെയാന്ന് കൂട്ടിക്കോ. അല്ല, ഈ സംഭവം ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക്? എന്ത്, നമ്മുടെ ജോസേട്ടനെ? അല്ലടാ, കോൺക്രീറ്റ്. നീ വാ, നമുക്ക് കാണിച്ചരാ. ഹലോ, ജോസേട്ടനല്ലേ? ഞാനാ വർധു. അതെ, നാളെ രാത്രി നമുക്കൊരു പരിപാടി ഉണ്ട്, ഒഴിവുണ്ടാവോ? അതിനൊന്നല്ലോ, ഒരു സാധനം വലിച്ചു പൊക്കാൻ വേണ്ടിയിട്ടാ. കിണറ്റിൻ്റെ ഉള്ളിൽ നിന്നല്ല, അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. പോലീസ് പിടിക്കണ പരിപാടിയൊന്നല്ല, ഇതൊരു ദൈവാനുഗ്രഹം കിട്ടണ പരിപാടിയാ. നടാടല്ലേ? അത് കുഴപ്പമില്ല. വിഷുവിൻ്റെ തലേന്ന്, അത് നാളെ പുലർച്ചെ സമയത്താണ്. നമുക്ക് എന്താ വെച്ചാൽ കാണാനേ. അതൊക്കെ ശരിയാക്കാടോ, കൈ വരയ്ക്കാണ്ടിരുന്നാ മതി. ആരെയും കൊല്ലാനല്ല, ഒരു സാധനം വലിച്ചു പൊക്കുമ്പോ കൈവറ ഉണ്ടാവില്ലേ? അതുണ്ടാവരുത്. മറ്റേ കൈവറ കുടിക്കാണ്ടുള്ളത്, അതുണ്ടാവരിക്കോ. നിങ്ങളിപ്പോ എവിടെയുള്ളേ? ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളോടൊക്കെ ഫോണിൽ സംസാരിക്കാൻ എന്നെ വേണം തല്ല. ഇന്നെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താണാവോ കാര്യം? എടി, മനസ്സിലെപ്പോഴും യുവത്വം സൂക്ഷിച്ചാൽ ചുറുചുറുക്ക് നഷ്ടപ്പെടാതെ ജീവിക്കാം. നീ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ജീവിതത്തിൽ ഇങ്ങനെ പുതുമകൾ കൊണ്ടുവരാന്നാ. മനസ്സിലാവണ ഭാഷയിൽ പറ ബ്രാഞ്ച് ചേട്ടാ. അതെ, എന്തിനാ മനുഷ്യർ ഓരോ സീസണിലും ഓരോരോ ആഘോഷങ്ങളും പെരുന്നാളൊക്കെ ഇങ്ങനെ ആഘോഷിക്കണേ?
അത് അത് പിന്നെ അല്ല അത് പിന്നെ ആലീസ് ചേച്ചി ഈ പ്രാഞ്ചിയേട്ടൻ പറഞ്ഞു കേട്ടോ? അത് കേട്ടിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ ഈ ഓരോന്ന് ആചരിക്കുന്നത് ദൈവപ്രീതി കിട്ടാൻ വേണ്ടിട്ടല്ലേ? അത് ശരിയാണ്. പക്ഷെ അതിനൊപ്പം മനുഷ്യന്റെ മനസ്സും ചുറുചുറുക്കുള്ളതാക്കാനും കൂടിയാ. ഉദാഹരണത്തിന് പള്ളിപ്പെരുന്നാള്, പൂരം, നേർച്ച ഇതൊക്കെ വരുമ്പോ നമ്മുടെ കുടുംബങ്ങൾ ഒന്നിക്കും, വിശേഷങ്ങൾ പങ്കുവയ്ക്കും, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അത് ശരിയാണ്. സ്ഥിരം ഉണ്ടാവണ ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകും. എന്തുട്ടവിടെ? കുട്ടികളോ? അവരവിടെ ടി വി ഉണ്ട്. ഏട്ടങ്ങടേ വിഷു അല്ലേ വരണേ? നമുക്കൊരു കണി കാണണ്ടേ? കണിയാണ്? എന്തേ? അതൊക്കെ ഹിന്ദുക്കളുടെ ആചാരല്ലടാ. അതെന്താ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? നമുക്കൊരു നല്ല രീതിയിൽ കണി കണ്ടെന്താ കുഴപ്പം? പുതുവർഷം പിറക്കണല്ലേ? അല്ല, എന്നാലും ഈ ഭഗവാൻ കൃഷ്ണന്റെ രൂപൊക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ കണി കാണുന്ന് പറഞ്ഞാ വേണ്ട, നമുക്ക് കർത്താവിനെ കണിയാണല്ലോ. നല്ല ഐഡിയ ആണല്ലോ. ഈ പ്രാഞ്ചിനെ കൊണ്ട് മനുഷ്യൻ തോക്കൊള്ളട്ടാ. അല്ലടാ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മറ്റന്നാളുടെ വിഷു, നാളെ തന്നെ നമുക്ക് കണി ഒരുക്കണ്ടേ? നീ കേട്ടാ? മറ്റന്നാ വിഷു അല്ലേ? നാളെ എന്റെ അപ്പം ഇവിടെ കണി ഒരുക്കണു. അപ്പൊ പിന്നെ പടക്കം വാങ്ങിക്കണം. എന്റെ ക്ലാസ്സിൽ ഇവനെ 5000 പടക്കം വാങ്ങിച്ചേ. 5000-നോ 10,000-നോ വാങ്ങാം, പക്ഷെ പൊട്ടിക്കരുത്. എന്നാലേ അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അത് പറ്റുമോ? ഞാനാ മുറ്റിക്കൊന്നും അല്ലെങ്കിൽ ഒരു വില ഇല്ലാട്ടാ. അതെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ റൂമിലോട്ട് കണി ഒരുക്കിയാലോ? കണി ഒരുക്കുന്നതിന് മുല്ലപ്പൂ ഒക്കെ വേണ്ടേ? മുല്ലപ്പൂ അല്ലടി, കൊന്നപ്പൂ. ആരോടാ പറഞ്ഞേ? അതെ, ഒരു പ്രത്യേക കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. എങ്ങനെ കണി ഒരുക്കണം, എവിടെ കണി ഒരുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ രാവിലെ ഉമ്മറവാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഒന്ന് നോക്കിയാ മതി. അത് പറ്റോ? അത് ശരി, വെൽ പ്ലാൻ അല്ലേ? പിന്നല്ലാണ്ട് നാളെ രാത്രി മുറ്റത്ത് അതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങും. ഒരാൾ വന്ന് നോക്കരുതിട്ടാ. നോക്കിയാ എന്റെ ത്രില്ല് നഷ്ടപ്പെടും. നിന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. അതെ, നിങ്ങളോടും കൂടിയാട്ടാ പറഞ്ഞേ. അല്ല, വന്നൊന്നിങ്ങനെ കാണണം എന്നുള്ളൊരു കൗതുകൊക്കെ ഉണ്ടാവും. ഒളിച്ചും പാത്തും എങ്ങാനും വന്ന് നോക്കാനില്ല. അതിന് ഇവരൊക്കെ ഉറങ്ങിയതിന്റെ ശേഷം കണി ഒരുക്കിയാ പോരെ? അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യണേ. ഒന്ന് പറഞ്ഞല്ലോ. നാളെ ഇപ്പോ രാത്രി മുറ്റത്ത് പുണ്യാളിന്റെ രൂപം വെച്ചാലേ വല്ലവരും അടിച്ചോണ്ട് പോയാലോ? മുറ്റത്ത് വെക്കാന്ന് ആരാ പറഞ്ഞേ? പിന്നെ അതൊക്കെ ഉണ്ട്. നിങ്ങൾ രാവിലെ ഞാൻ വന്ന് വിളിക്കുമ്പോ എണീറ്റ് വന്ന് കണ്ണു തുറന്ന് മുറ്റത്തേക്ക് ഒന്ന് നോക്കിയാ മതി. നോക്കാം. അത് മതി, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. എന്ത്? മാറിക്കോ നിക്കട്ടോ, അങ്ങോട്ട് മാറിക്കേ. എന്താണ് കാട്ടി? ഇതാ കത്തി. അത് കത്തിക്കടാ. നീ നിക്കട്ടാ, ഇത് കത്തിക്കട്ടെ. അതും കത്തിക്ക്. കൈ നോക്കണട്ടാ, കൈ നോക്കണം. നോക്കിട്ടാ, നോക്കി കത്തിക്കിട്ടാ. അങ്ങോട്ട് വിട്ട് അങ്ങോട്ട് പോയേ. ചക്കക്കാർ ഒന്ന് കാണിച്ചത്. അത് കലക്കി.
അങ്ങനെ തിരിക്കണി അങ്ങനെ ആ അങ്ങനെ എന്നാ പിടിച്ചേ. ഇനി എന്തേലും ഉണ്ടോ അവിടെ? ഡാ, ഉക്രു, ഡാ, അങ്ങോട്ട് നീക്കി പിടിക്കടാ. അങ്ങോട്ട് പോ. ആ. ആ, കാല് നോക്ക്. ആ. കാശൊക്കെ കളഞ്ഞിട്ട് കർത്താവേ. ഐ, അങ്ങട് അങ്ങട് ഐ. അങ്ങട് മാറി ബ്രോ. ദാ ഈ ചേട്ടൻ. ആ, അതാ. ആ ആ ഐ ഐ ഐ നോക്കിട്ട് പൊട്ടിച്ചേ നോക്കട്ടെ നോക്കട്ടെ കൈകൊള്ളല്ലേട്ടാ. ആ ക്രാങ്ങളെ മാറ്റി നിർത്തണേ. പ്രാഞ്ചിയെ ആ മതി മതി അതെ മതിന്ന് മതി. ആ പൊക്ക് പൊക്ക്. നിങ്ങളെ വിളിച്ചത് എന്തിനാ? വലിച്ചത് പൊന്തട്ടെ. വിടരുതിട്ടാ. വലിക്കുന്നുണ്ട് നന്നായിട്ട്. ആ, പൊക്കട്ടെ. എന്തോരം പോകണത് അങ്ങോട്ട് പോട്ടെ. പൊന്തില്ലത്. പോട്ടെ. ഇതിപ്പോ എന്തിനാ ഈ മഞ്ഞച്ചരട്? അത് ഇത് താഴ്ന്നു വരുമ്പോ ഞാൻ ഈ മഞ്ഞച്ചാട്ട് പിടിച്ച് വലിക്കും. അപ്പൊ ഈ തുണി മാറിയിട്ട് രൂപം ഇങ്ങടെ പുറത്തു. അപ്പൊ ഇത് എപ്പോഴാ താഴ്ത്തുക? ഞാൻ പറഞ്ഞെന്നില്ലേ പ്രാഞ്ചേട്ടൻ വായിലോർന്ന് വരുമ്പോ. അപ്പൊ ഇനി നേരം പോയിക്കോ. അതെന്താ? ഇപ്പൊ തന്നെ എന്റെ കൈയൊക്കെ പറിച്ചു തുടങ്ങി. നീ ഇതൊന്ന് പിടിച്ചേ. എനിക്ക് ഈ ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്തോണ്ടല്ല ഞാൻ ജോസേട്ടനെ സഹായത്തിന് വിളിച്ചേ. നീയേ ആ. അപ്പൊ ഞാൻ പോവും. നീ കയറൊന്നാ മരത്തുമ്പോ അങ്ങോട്ട് കെട്ടിയടാ. ഞാനിപ്പോ വരാന്ന്. എവിടെ പോവാൻ നേരൊന്നുമില്ല. ഇത് പിടിക്ക്. പ്രാഞ്ചേട്ടൻ ഇപ്പൊ വാലോർക്കും. ഒന്നുമില്ലടാ, ഞാനിപ്പോ വരാടാ. ആ എന്നാ വരട്ടെ 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 വരട്ടെ. ആ പിടിക്കാം. പിടിച്ചിണ്ട്. അത് പിടിക്ക്. അടിയിൽ പിടിക്ക്. ഏയ് ഇതെവിടെയും ഇങ്ങോട്ട് ഊരാനും ഇതേതി കൂടെ അങ്ങനെ തന്നെ പിടിക്കിട്ടാ. വിടരുത് വിടരുത്. പിടിച്ചോട്ടോ. പിടിച്ചിക്ക്. ഞാൻ വലിച്ചിട്ട് വിട്ടാ മതി. സാധനാണ്. അയ്യോ ദേ വാതിലോർക്കണേ. വായോ വായു ജോസേട്ടാ. ദേ വാതിലോർക്കണോ. നീ അയച്ചറ ഞാൻ പറഞ്ഞു. വീടാണ്ട് പോണേ. എന്റെ ഈശോ എനിക്കൊന്നും കാണാൻ പറ്റണില്ല. എനിക്കത് പോവാൻ. ആ എത്തിയോ പ്രാഞ്ചേട്ടാ? എല്ലാവരും റെഡിയാണോ? പ്രാർത്ഥിക്കണോ? മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചോ. ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞില്ലേ? എവിടെ തുറക്കുക. 1 2 3. അയ്യേ ഇതെന്തത്? ഇതാണടാ എന്റെ കണി. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച കണി. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? എന്തുവാ പ്രാഞ്ചേട്ടാ ഇത്? എന്ത് മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ ഒന്ന് കണ്ട കാണി. നീ എന്ത് കണ്ടോണ്ടാണ് നിക്കണേ? പോടിയത്ത് അയാളുടെ ചെവിക്ക് പോയി പിടിക്കേ. ഇറങ്ങി പോടായിരുന്നു.